ഇന്ന് ലോക ദിവ്യാംഗ ദിനം. ഈ ദിനത്തിലും അർഹതപ്പെട്ട തൊഴിൽ നഷ്ടമായതിനെതിരായ നിയമപോരാട്ടത്തിലാണ് മലപ്പുറം സ്വദേശി ഉണ്ണികൃഷ്ണൻ. ശാരീരിക വൈകല്യം ചൂണ്ടിക്കാട്ടി തൊഴിൽ നിഷേധിച്ച പഞ്ചായത്തിന്റെ നടപടികൾക്കെതിരെ ഉണ്ണികൃഷ്ണൻ ഭിന്നശേഷി കമ്മീഷണറേറ്റിൽ നിന്ന് അനുകൂല ഉത്തരവ് സ്വന്തമാക്കിയിട്ടും മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിലുള്ള പഞ്ചായത്ത് അധികൃതർ കൈമലർത്തുകയാണ്. 40-കാരനായ ഉണ്ണികൃഷ്ണൻ കാഴ്ചാപരിമിതനാണ്. മലപ്പുറം ജില്ലയിലെ പറപ്പൂർ പഞ്ചായത്ത് ഓഫീസിലെ പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലേക്ക് ഇദ്ദേഹം അപേക്ഷ സമർപ്പിച്ചിരുന്നു. നിലവിലുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണനാണ് നിയമനം ലഭിക്കേണ്ടിയിരുന്നത്. പക്ഷേ നിയമനത്തിനായുള്ള അഭിമുഖം കഴിഞ്ഞ് അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ പ്രതീക്ഷയർപ്പിച്ചിരുന്ന ഇദ്ദേഹം പട്ടികയ്ക്ക് പുറത്തായി. അർഹതപ്പെട്ട നിയമനം എന്തുകൊണ്ട് നിഷേധിക്കപ്പെട്ടെന്നറിയാൻ അധികൃതർക്ക് മുന്നിലെത്തിയ ഉണ്ണികൃഷ്ണന് നേരെ അവർ വാതിലടച്ചു. പറപ്പൂർ പഞ്ചായത്തിൻ്റെ മാനദണ്ഡപ്രകാരം EWS വിഭാഗത്തിൽപ്പെടുന്ന ഭിന്നശേഷിക്കാരനായ എനിക്കായിരുന്നു ആ ജോലി കിട്ടേണ്ടിയിരുന്നത്. നിലവിൽ പറപ്പൂർ പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ വ്യത്യസ്ത ഗോവണികളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ കയറിയിറങ്ങി ജോലി ചെയ്യുന്നതിലടക്കം ബുദ്ധിമുട്ടുണ്ടാകുമെന്നും അതിനാൽ ദിവ്യാംഗർക്ക് പ്രത്യേക പരിഗണന നൽകാൻ കഴിയില്ലെന്നുമാണ് മുസ്ലിം ലീഗ് ഭരണത്തിലുള്ള പഞ്ചായത്തിൻ്റെ വാദം. എന്നാൽ മെഡിക്കൽ ബോർഡ് വിദഗ്ധ സമിതിയുടെ സർട്ടിഫിക്കറ്റ് കൈവശമുള്ള ഉണ്ണികൃഷ്ണന് പകരമായി മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി പഞ്ചായത്ത് ഭരണസമിതി മറ്റൊരാൾക്ക് ഈ നിയമനം നൽകുകയും ചെയ്തു. അഭിമുഖത്തിന് 5 മാർക്ക്, പ്രവൃത്തി പരിചയത്തിന് 3 മാർക്ക്, പഞ്ചായത്ത് നിവാസിക്ക് 2 മാർക്ക് എന്നിങ്ങനെയുള്ള 3 മാനദണ്ഡങ്ങളായിരുന്നു. മുൻ പ്രവൃത്തി പരിചയം ഉൾപ്പെട്ടതിനാൽ തന്നെ അദ്ദേഹത്തിന് ആ 3 മാർക്ക് ഡോക്യുമെന്റഡ് ബേസായി പറപ്പൂർ പഞ്ചായത്ത് നൽകേണ്ടതുണ്ടായിരുന്നു. പക്ഷേ അത് പറപ്പൂർ പഞ്ചായത്ത് നൽകാത്തത് കൊണ്ടാണ് അദ്ദേഹം ജോലി കിട്ടാതെ പുറത്തായത്. പ്രശ്നത്തിലിടപെട്ട സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ ഉണ്ണികൃഷ്ണൻ അനുകൂലമായി നടപടിയെടുക്കാൻ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ മാസങ്ങൾ പിന്നിട്ടിട്ടും സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറേറ്റ് ഇറക്കിയ ഉത്തരവിൽ പോലും ഒരു നീക്കം നടത്താൻ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു ശ്രമം പോലും ഉണ്ടായിട്ടില്ല. അടുത്തൊരു ദിവ്യാംഗ ദിനത്തിലെങ്കിലും ഉണ്ണികൃഷ്ണനെ പോലുള്ളവർക്ക് നീതി കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കോഴിക്കോട് നിന്നും കെ ബി ശ്യാമപ്രസാദ്, ജനം.